CPI സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കമായി AK ബാലൻ പതാക ഉയർത്തി. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും BJPയിലേക്ക് വോട്ട് ചോരുന്നു എന്ന CPM സംഘടനാ റിപ്പോർട്ടിന്റെ പരാമർശത്തിന്റെ വിശദാംശങ്ങൾ കൂടി നമ്മൾ രാവിലെ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം CPMന്റെ സെൻട്രൽ കമ്മിറ്റി അംഗീകരിച്ച തിരഞ്ഞെടുപ്പ് അവലോകന രേഖയിലും ഉണ്ടായിരുന്നു CPMന്റെ ഉറച്ച വോട്ടുകൾ, പ്രത്യേകിച്ച് ആറ്റിങ്ങൽ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഉറച്ച വോട്ടുകൾ BJPയിലേക്ക് പോകുന്നു. അതിന്റെ തുടർച്ച ഇവിടെയും ഉണ്ടാവുകയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചകൾക്ക് സാധ്യതയുണ്ട്. സംസ്ഥാന സമ്മേളനത്തിൽ MV ഗോവിന്ദൻ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിലാണ് ഈ വളരെ നിർണായകമായി ഈ പരാമർശമുള്ളത്. അഭിലാഷ് മോഹനൊപ്പം തന്നെ കണ്ണൻ നായരും നമുക്കൊപ്പം കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. അഭിലാഷ് മോഹനിലേക്ക് നമുക്ക് പോകാം. അഭിലാഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനത്തിലൂടെ സമ്മേളന കാലയളവ് പൂർത്തീകരിച്ച് സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തുന്നു CPM. പാർട്ടി സെക്രട്ടറി അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും? തീർച്ചയായും രതീഷ്, ദിവിഷ്, CPIMന്റെ സംസ്ഥാന സമ്മേളനത്തിന് ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ചെമ്പതാക ഉയർന്നു കഴിഞ്ഞു. പാർട്ടിയുടെ സീനിയർ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനാണ് പതാക ഉയർത്തിയത്. ഇപ്പോൾ പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും നിരന്ന സ്റ്റേജിലാണ് കൊടി ഉയർത്തൽ നടന്നത്. പതാക ഉയർത്തതിന് ശേഷം പിണറായി വിജയനും പ്രകാശ് കാരാട്ടും അടക്കമുള്ള നേതാക്കൾ ആദ്യം രക്തസാക്ഷി സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് പ്രതിനിധി സഖാക്കൾ ഓരോരുത്തരായി പുഷ്പാർച്ചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം, അതായത് ഈ പുഷ്പാർച്ചന അവസാനിച്ചാലുടൻ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. കൊല്ലം C. കേശവൻ മെമ്മോറിയൽ മുനിസിപ്പൽ ടൗൺ ഹാളിൽ, അതായത് കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് ഈ പ്രതിനിധി സമ്മേളനം ആരംഭിക്കുക. പ്രതിനിധി സമ്മേളനത്തിന്റെ അജണ്ട ഇപ്രകാരമാണ്: സ്വാഗതം, തുടർന്ന് അനുശോചന, രക്തസാക്ഷി പ്രമേയങ്ങൾ, അതിനുശേഷം പ്രകാശ് കാരാട്ടിന്റെ, പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിന്റെ ഉദ്ഘാടന പ്രസംഗം. ആ ഉദ്ഘാടന പ്രസംഗം കൂടി കഴിഞ്ഞാൽ, അഭിവാദ്യ പ്രസംഗങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ ഉദ്ഘാടന സെഷൻ അവസാനിക്കും. തുടർന്നാണ് സമ്മേളനത്തിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. സമ്മേളനത്തിന് പ്രസീഡിയവും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റിയും തീരുമാനിക്കും. പ്രസീഡിയം, സ്റ്റിയറിംഗ് കമ്മിറ്റി, പ്രമേയ കമ്മിറ്റി, ക്രെഡൻഷ്യൽ കമ്മിറ്റി തുടങ്ങിയ കമ്മിറ്റികളുടെ രൂപീകരണമാണ്. അതിനുശേഷം ഈ കമ്മിറ്റികളാണ് തുടർന്ന് അങ്ങോട്ട് സമ്മേളനം നയിക്കുക. സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത്, നേരത്തെ നിങ്ങൾ രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെയുള്ള പ്രവർത്തന റിപ്പോർട്ടിന്റെ അവതരണമാണ്. മുൻകാലത്തെ രാഷ്ട്രീയ വെല്ലുവിളികളെ എങ്ങനെ നേരിട്ടു, ഭാവിയിലെ രാഷ്ട്രീയ വെല്ലുവിളികൾ എങ്ങനെ നേരിടും, ഇതാണ് ഈ സംഘടനാ റിപ്പോർട്ടിന്റെ കാതൽ. കഴിഞ്ഞ 3 വർഷത്തെ സംഘടനാ പ്രവർത്തനത്തിൽ ഉണ്ടായ നേട്ടകോട്ടങ്ങൾ വിശദീകരിക്കുന്ന റിപ്പോർട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിക്കുന്ന വിശകലനമാണ്. കഴിഞ്ഞ ലോക്സഭാ വോട്ടെണ്ണൽ ദിനത്തിലും വോട്ടെണ്ണലിന് ശേഷമൊക്കെ നമ്മൾ തന്നെ ഫ്ലോറിൽ സംസാരിച്ചതാണ് ഈ വിഷയങ്ങളൊക്കെ. അതിനുശേഷം CPMന്റെ വിവിധ തലങ്ങളിലെ കമ്മിറ്റികൾ ചേരുന്നു. സെൻട്രൽ കമ്മിറ്റി ഉൾപ്പെടെ ചേർന്ന് തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വിലയിരുത്തുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് ഈ തോൽവിയുമായി ബന്ധപ്പെട്ട CPMന്റെ വിലയിരുത്തലിൽ വളരെ പ്രധാനമായി ഇക്കുറി കടന്നുകൂട്ടിയിട്ടുള്ളത്, ആ രേഖയിലുള്ളത്, പാർട്ടിയുടെ ഉറച്ച കോട്ടകളിലെ, പാർട്ടി ഗ്രാമങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന വടക്കൻ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും ഒക്കെ സ്ഥലങ്ങളിലെ വോട്ട് ചോർന്നത് BJPയിലേക്ക് പോയതെന്നാണ്. ആ വിഷയം വലിയ ഗൗരവത്തിൽ CPM കാണുന്നുമുണ്ട്. അക്കാര്യത്തെ എങ്ങനെ അഡ്രസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ് നേതാക്കൾ നൽകുന്ന സൂചന. അല്ല, കോർ വോട്ട് ബാങ്കിലെ ചോർച്ച പരിശോധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഘടനാ ദൗത്യമായി CPM കാണുന്നത്. CPM ഇപ്പോൾ കാണുന്നത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോഴും 45% വോട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയത്. എന്നാൽ 50% വോട്ട് വിഹിതം ഉയർത്തണം. അങ്ങനെ 50% വോട്ട് വിഹിതം ഉയർത്തുന്ന വിധത്തിൽ അടുത്ത 3 വർഷം എന്ത് ചെയ്യാൻ കഴിയുമെന്ന സംഘടനാ പരിപാടിയാണ് ഇനി തയ്യാറാക്കാനുള്ളത്. ഈ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച വൈകുന്നേരം, ഗ്രൂപ്പ് ചർച്ച നാളെയും മറ്റന്നാളുമായിട്ടാണ് പ്രതിനിധികൾ ചർച്ച നടത്തുക, പൊതുചർച്ച നടക്കുക. ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ, ഈ വോട്ട് ചോർച്ചയുമായി അടക്കം ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് നമ്മളും ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, രതീഷ് ശ്രദ്ധിക്കണം, ഇന്ന് പിണറായി വിജയൻ ഒരു രേഖ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. മുൻകാലങ്ങളിലൊക്കെ റിപ്പോർട്ട് അവതരിപ്പിക്കുക, റിപ്പോർട്ടിന് മുകളിൽ ചർച്ച എന്നുള്ളതാണെങ്കിൽ, കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിൽ പിണറായി വിജയൻ നവകേരള രേഖ അവതരിപ്പിച്ചിരുന്നു. തുടർന്ന് നടന്ന ചർച്ചയിൽ പ്രവർത്തന റിപ്പോർട്ടിനേക്കാൾ കൂടുതൽ ചർച്ചയായത്, പ്രതിനിധികൾ ചർച്ച ചെയ്തത് ഈ നവകേരള രേഖയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇന്ന് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. അതിനുശേഷം പിണറായി വിജയൻ CPMന്റെ PB അംഗം ഒരു രേഖ കൂടി ഈ സമ്മേളനത്തിൽ വെക്കുന്നുണ്ട്. അത് നവകേരളത്തിലേക്കുള്ള പുതുവഴികൾ എന്ന രേഖയാണ്. അപ്പോൾ പ്രവർത്തന റിപ്പോർട്ടിൽ മാത്രമല്ല, ഈ രേഖയെക്കുറിച്ച്, അതായത് കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷം ഒരു ഭരണപക്ഷമാണ്. ഒരു ഭരണപക്ഷം എന്നുള്ളതിൽ, ഒരു സമരപക്ഷം എന്നുള്ളതിൽ നിന്ന് ഭരണപക്ഷത്തേക്ക് നീങ്ങുമ്പോൾ സ്വാഭാവികമായും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, നയസമീപനങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ പിണറായി വിജയന്റെ നയരേഖ പ്രതിഫലിപ്പിച്ചിരുന്നു. അതിനേക്കാൾ അപ്പുറത്ത് ഇത്തവണ പിണറായി വിജയന്റെ നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന് പറയുമ്പോൾ, ഈ പുതുവഴികൾ കുറെ കൂടി ബിസിനസ് ഫ്രണ്ട്ലി ആയി മാറുക എന്നുള്ളതിന്റെ സൂചനയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ
രാജ്യങ്ങൾക്ക് സമാനമായ വിധത്തിൽ കേരളത്തെ വളർത്തണമെങ്കിൽ, കേരളത്തിന് സാമൂഹ്യ പുരോഗതി ഉണ്ടാകണമെങ്കിൽ വൻകിട നിക്ഷേപം കൂടി ഇവിടെ വേണം. അപ്പോൾ വൻകിട മൂലധന നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നയസമീപനങ്ങൾ സ്വീകരിക്കണം എന്ന് ഊന്നുന്ന ഒരു രേഖയാണ് പിണറായി വിജയൻ ഇന്ന് അവതരിപ്പിക്കുന്ന രേഖ എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഞാൻ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളോട് സംസാരിച്ചിരുന്നു. അല്പസമയം മുമ്പ് EP ജയരാജനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 25 കൊല്ലം മുമ്പുള്ള അവസ്ഥയിലല്ല കേരളം. ഇപ്പോഴത്തെ കേരളത്തിന്റെ ഇപ്പോഴത്തെ പരിസ്ഥിതി പരിഗണിച്ചുള്ള മാറ്റങ്ങൾ സ്വാഭാവികമായും നയസമീപനങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവേണ്ടതാണ്. ആ നയസമീപനങ്ങളുടെ പേരിലാണ് ഒരു രേഖ വരാൻ പോകുന്നതെന്ന് EP ജയരാജൻ കൺഫേം ചെയ്യുന്നുണ്ട്. അപ്പോൾ പലരും വിമർശകർക്കെതിരെ മുതലാളിത്ത പാതയിലേക്കുള്ള ഷിഫ്റ്റ് എന്നൊക്കെ വിശേഷിപ്പിച്ചേക്കാം. പക്ഷേ CPIMനെ സംബന്ധിച്ച് കാതലായ ഒരു നയംമാറ്റം നടത്തുന്നു. അത് വലതുപക്ഷ വ്യതിയാനം എന്ന വിമർശനത്തിന് വഴിവെച്ചേക്കാം. എങ്കിൽ പോലും കൂടുതൽ ബിസിനസ് ഫ്രണ്ട്ലി ആവുക, കൂടുതൽ ഫ്ലെക്സിബിൾ ആവുക, കൂടുതൽ വഴക്കമുണ്ടാക്കുക നയസമീപനങ്ങൾ. ഇടതുപക്ഷം ഒരു ഭരണപക്ഷമാകുമ്പോൾ സ്വാഭാവികമായും എങ്ങനെ കൂടുതൽ മൂലധന നിക്ഷേപം ഈ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാം, എങ്ങനെ നിക്ഷേപം വർദ്ധിപ്പിക്കാം, അതനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ഇൻഡസ്ട്രീസ് കൊണ്ടുവരാം. സമാനമായ വിധത്തിൽ തന്നെ അതേ സമയത്ത് തന്നെ സാമൂഹ്യ വികസനം എന്ന കാര്യം മറക്കാതിരിക്കുക, ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യുക. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾക്ക് സമാനമായ വിധത്തിലുള്ള ഒരു വികസന മാതൃകയിലേക്ക്, അതായത് കേരള മോഡലിന്റെ ഒരു തിരുത്തിയെഴുത്തോ അല്ലെങ്കിൽ കേരള മോഡലിന്റെ ഒരു പുനരാവിഷ്കരണമോ ആണ്. അതിൽ ഈ മൂലധന നിക്ഷേപം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി വരും പിണറായി വിജയന്റെ രേഖയിൽ. CPIMനെ സംബന്ധിച്ച് പാർട്ടി ലൈൻ, ഇടത് ലൈനിനെ സംബന്ധിച്ച് വളരെ പ്രധാനമായി പല ഘട്ടങ്ങളിൽ MV ഗോവിന്ദൻ അഭിലാഷ് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് പൂർണ്ണമായും ഇടതുപക്ഷ രീതികൾ പിന്തുടരാൻ കഴിയുന്ന ഒരു സർക്കാരാണെന്ന വാദമൊന്നും അങ്ങനെ എന്തിനാണ് ധരിക്കുന്നതെന്നാണ്. അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളിലേക്ക് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിനും CPIMനും സർക്കാരിനും പോകേണ്ടി വരുമെന്ന് നേതാക്കൾ ഉറപ്പിച്ചിട്ടുണ്ട്. ആ വഴിയിലൂടെയുള്ള സഞ്ചാരമായിരിക്കാം ഇനി കാണാൻ പോകുന്നത്.